PSC പരീക്ഷ എഴുതുന്ന ഓരോ വിദ്യാർത്ഥിയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ അർജുനനെ പോലെയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. അർജുനന്റെ കയ്യിലെ ഗാന്ധീവമാണ് നിങ്ങളുടെ കയ്യിലെ പേന. നല്ല പോരാളിയായിട്ടും പല അവസരങ്ങളിലും അർജുനൻ തളർന്നിരുന്നിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ കൃഷ്ണനാണ്, അതായത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെന്ററായിട്ട് ഞാൻ കിടക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണന്റെ മെന്റർഷിപ്പിലാണ് അർജുനന് അടിപൊളിയായി യുദ്ധം ചെയ്യാനും വിജയക്കൊടി പാലിക്കാനും സാധിച്ചത്. അർജുന വിഷാദ യോഗത്തിലിരുന്ന അർജുനനെ ചാർജ് ആക്കാൻ കൃഷ്ണൻ കൊടുത്ത ഉപദേശങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ, പ്രത്യേകിച്ച് PSC എക്സാംസിന് വളരെ വാല്യൂബിൾ ആണ്. ബിക്കോസ് കൃഷ്ണന്റെ ഉപദേശങ്ങൾക്ക് സിംബോളിക്കൽ വാല്യൂ ആണുള്ളത്. യുദ്ധഭൂമിയിലെ ആ തന്ത്രങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിലും പയറ്റാവുന്നവയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശത്തിൽ നിങ്ങൾക്ക് PSC പരീക്ഷ ജയിക്കാൻ ഉപകാരപ്പെടുന്ന 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. കാര്യം എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലോസഫിക്കൽ ഫിഗേഴ്സിൽ ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ 3 ഉപദേശങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പോലെ നിങ്ങൾക്കും വളരെ അനായാസം PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അർജുനനെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ യുദ്ധത്തിൽ വേട്ടയാടുന്നത് ഫിയർ ഓഫ് ഫെയില്യൂർ ആണ്. തോറ്റു പോകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഞാൻ ദുർബലനാണോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ എതിരാളികൾ നമ്മുടെ മറ്റ് മത്സരാർത്ഥികൾ നമ്മളെക്കാൾ ശക്തരാണെന്നുള്ള ചിന്ത. ഇതൊക്കെ കൊണ്ടാണ് നല്ല കഴിവുണ്ടായിട്ടും പല ആൾക്കാരും PSC പരീക്ഷകൾ തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കൃഷ്ണന്റെ 1ാമത്തെ ഉപദേശം ഉപകാരപ്പെടുന്നത്. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഇത് നിങ്ങൾ മനസ്സിലിരിക്കണം. ഓരോ ചോദ്യങ്ങളെ നേരിടുമ്പോഴും അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും അതിന് ഉത്തരത്തിലേക്ക് എത്തണം. അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും നമുക്ക് സയന്റിഫിക് ആയിട്ട് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ, കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ, അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാത്തൊരു മേഖലയിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്ന് ചിന്തിക്കരുത്. യുദ്ധഭൂമിയിൽ ഒരു പോരാളിയെ പോലെ ഓരോ മാർക്കും വേണ്ടിയുള്ള പോരാട്ടം, ഫൈറ്റ് ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. ഇവിടെയാണ് ഞാൻ ഞങ്ങളുടെ ബാച്ചുകൾ വളരെ ഇന്റൻസീവായി ട്രെയിനിങ് കൊടുക്കുന്ന എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രസക്തി. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ. PSCയിലെ ഈ ഒരു ചോദ്യം നോക്കിയേ. ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ, കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ആക്ടിനകത്ത് ഉൾപ്പെടാത്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഈ ആക്ട് പഠിച്ചില്ല എങ്കിൽ പോലും ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ എത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഓപ്ഷൻസ് ഒന്ന് നോക്കി. ഓപ്ഷൻ എ കണ്ടോ, നിസ്വാർത്ഥ സേവനം. ഉദാഹരണത്തിന് ഒരമ്മ ആ അമ്മയുടെ മക്കളെ സ്നേഹിക്കുന്നത് നിസ്വാർത്ഥമായിട്ടാണ്, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയും. അപ്പോൾ കോമൺ സെൻസ് ഒന്ന് ആലോചിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുക്കുന്നത് അത് അൺകണ്ടീഷണൽ ആയിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ഇതൊക്കെ കൺസ്യൂമർ റൈറ്റിനകത്ത് പെടുത്താൻ പറ്റുമോ? പക്ഷേ ഓപ്ഷൻസിൽ കൊടുത്തുള്ള മറ്റു കാര്യങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, ഇൻഷുറൻസ്. ഇപ്പൊ ഇൻഷുറൻസ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാം, അല്ലെങ്കിൽ കോടതി പോകാം, നമുക്ക് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചത് കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് ആണ് ഏറ്റവും വലിയ ആയുധം. അർജുനന്റെ ആവനാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പുകളിലൊന്നും ദിവ്യാസ്ത്രങ്ങളിലൊന്നും ഈ കോമൺ സെൻസ് തന്നെയാണ്. ഈ മറ്റൊരു ചോദ്യം നോക്കി, ഈ ഒരു ചോദ്യം നോക്കി. ഇത് സിവിൽ സർവീസ് പ്രിലിംസിൽ വന്ന ഒരു ചോദ്യമാണ്. കാര്യം PSC ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഒക്കെ അടിച്ചു മാറ്റുന്നത് സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചുകൾ 10th, +2, ഡിഗ്രി ബാച്ചുകളിൽ UPSC മാതൃകാ ചോദ്യങ്ങൾ വളരെ ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് കുട്ടികളെ നന്നായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ ചോദ്യത്തിന്റെ ഇമ്പോർട്ടൻസ്. ഒന്ന് നോക്കിയേ, പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പവർ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന ചോദ്യം. നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലെന്ന് തന്നെ വെക്കും, സ്റ്റിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാര്യം ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അറ്റ് എനി കോസ്റ്റ് നമുക്ക് മാർക്ക് നേടണം. ചോദ്യത്തിനകത്ത് കീവേഡ് എന്താ? ഹൈഡ്രോ പവർ. പവർ എന്ന് വെച്ചാൽ എനർജി റിലേറ്റഡ് സംഭവമാണ്, ഊർജ്ജവുമായി റിലേറ്റ് ചെയ്ത ബന്ധപ്പെട്ട സംഭവമാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യത്തിലെ കീവേഡുമായി ഏറ്റവും അധികം ബന്ധമുള്ള ഓപ്ഷനിലെ കീവേഡ് അതാ കോമൺ സെൻസ് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എനർജി സ്റ്റോറേജ് എന്ന് പറയുന്ന കീവേഡ് വരുന്ന ഓപ്ഷൻ C മാത്രമല്ലേ ഉള്ളൂ. ആ ചോദ്യത്തിലെ കീവേഡും ഓപ്ഷനിലെ കീവേഡും മാച്ച് ആയി. വേറെ മറ്റു ഓപ്ഷൻസ് ഒന്നും ചോദ്യത്തിലെ കീവേഡുമായിട്ട് ഒരു ബന്ധമില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് സധൈര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം മാർക്ക് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ 10 ചോദ്യങ്ങൾ ഇങ്ങനെ കറക്കി കുത്തി കഴിഞ്ഞാൽ 7 ശരിയാവും, 3 തെറ്റും. 10 ശരിയാക്കാൻ ഒക്കില്ല. പക്ഷെ 3 തെറ്റുമെന്ന് കരുതി മറ്റ് 7 ശരി ഉത്തരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായി കുറച്ച് ഇഷ്യൂസ് വരും. ഇതിന് അഗ്രിഗേറ്റ് നമുക്ക് മാർക്ക് കൂടും. അതാണ് വേണ്ടത്. അതായത് 7 ശരിയായി, 3 തെറ്റി, എന്നാൽ പോലും 6 മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടുകയാണ്. നേരത്തെ 0 മാർക്ക് കിട്ടുമായിരുന്നു, ഇപ്പൊ 6 മാർക്ക് കിട്ടും. ഏതാണ് വലുത്, 0 ആണോ 6 ആണോ? അതാണ് നമ്മുടെ ലക്ഷ്യം, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക അറ്റ് എനി കോസ്റ്റ്. പക്ഷെ ആ വഴി എത്തിക്കലായിരിക്കണം എന്നുണ്ട്. ഇനിയാണ് 2ാമത്തെ കൃഷ്ണന്റെ ഉപദേശത്തിലേക്ക് നമ്മൾ പോകുന്നത് അല്ലെ. നിഷ്കാമ കർമ്മ എന്ന് പറഞ്ഞ ഫിലോസഫി ഉണ്ടല്ലേ, കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കർമ്മ. അതായത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവനാരോ അവൻ വിജയിക്കും എന്നാണ് കൃഷ്ണൻ അർജുനനോട് കൊടുക്കുന്ന ഉപദേശം. അർജുനന്റെ ഭയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? തോറ്റു പോകുമോ എന്നുള്ള ഭയം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞൊരു കാര്യമാണ്, നീ എന്ത് റിസൾട്ട് നോക്കണ്ട, ആ ഒരു പ്രോസസ്, നിന്റെ കർമ്മം എന്താണോ അത് ചെയ്യുക. ആ കർമ്മത്തിന്റെ ഫലം കിട്ടുമോ ഇല്ലയോ എന്ന് നീ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് കൃഷ്ണൻ അർജുനനോട് കൊടുക്കുന്ന ഉപദേശം. പലപ്പോഴും നമ്മുടെ അവസ്ഥ അത് തന്നെയല്ലേ. ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, നമ്മുടെ ഡ്യൂട്ടി ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം മാർക്ക് കുറഞ്ഞു, അയ്യോ മാർക്ക് കുറഞ്ഞു, അതുകൊണ്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് കരുതി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതാണ് റിസൾട്ട് നോക്കരുത്. നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവൻ ഇവൻച്വലി വിജയത്തിലേക്ക് അടുക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ചെടി നട്ടു, ദിവസവും ചെന്നിട്ട് ചെടീനെ പിഴുതു നോക്കിയിട്ട് ആ വേര് വന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ ആ ചെടിയുടെ അവസ്ഥ എന്തായിരിക്കും? അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾ ഹാർഡ് വർക്കിൽ ഫോക്കസ് ചെയ്യുക, ചെറിയ പരാജയങ്ങൾ ഇഗ്നോർ ചെയ്യുക. പക്ഷെ അതിന് പാഠം ഉൾക്കൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തണം. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മികച്ച റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതാണ് ഞാൻ പഠിച്ച പാഠം. ഞാനും ധാരാളം പരീക്ഷകൾ തുടക്കത്തിൽ തോറ്റ് തന്നെയാണ് അവസാനം വിജയിച്ച് നല്ല റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെയും ഞാൻ ചെയ്തൊരു പരിപാടി ഇതാണ്, ട്രസ്റ്റ് ദ പ്രോസസ്.
എന്റെ വർക്കിൽ ഞാൻ ഫോക്കസ് ചെയ്തു, എന്റെ റിസൾട്ടിൽ ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ റിസൾട്ട് എനിക്ക് അനുകൂലമായി തന്നെ കിട്ടി. കൃഷ്ണന്റെ ഈ ഉപദേശമായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിസൾട്ട്. ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ക്ലാസ് കൊടുത്തപ്പോൾ എന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റാങ്ക് വാങ്ങിക്കാന്നുള്ളതല്ല, പകരം ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും മാക്സിമം കണ്ടന്റ്, ഏറ്റവും അടിപൊളി ടീച്ചേഴ്സ്, ഏറ്റവും അടിപൊളി ക്ലാസ്സുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് മാത്രമാണ് എന്റെ ഒബ്ജക്റ്റീവ്. അത് റിസൾട്ട് ഉണ്ടാവും ഇല്ലയോ എന്നുള്ള ടെൻഷൻ എനിക്കില്ല. ബിക്കോസ് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഒരു നാച്ചുറൽ ഔട്ട്കം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏറ്റവും മികച്ച റിസൾട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെറും 50 കുട്ടികളാണ് ജോയിൻ ചെയ്തത്. പക്ഷെ അത് വിഷയമല്ല. കാര്യം നമ്മുടെ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിലല്ല, പ്രോസസ്സിലാണ്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ, ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് കൊടുത്തു. ആ 50 കുട്ടികളുടെ ബാച്ചിൽ നിന്നാണ് നമുക്ക് റാങ്ക് 1, റാങ്ക് 9 ഒക്കെ വന്നത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വർക്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ അടിപൊളി ക്ലാസ്സുകൾക്ക് വേണ്ടി, അത് ലോങ് ടേമിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലോങ് ടേം അൾട്രാ ബാച്ചിലേക്ക് വരാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഡെമോ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഫീസ് മാത്രമാണ് കുറവ്, ക്ലാസിന്റെ ക്വാളിറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രീംലി ഹൈ ആയിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് മൂന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു അൺപോപ്പുലർ അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു സത്യം എന്ന് പറയുന്നത് കൃഷ്ണന് ഗീതയിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പവർ ഓഫ് വിൽ പവർ. സ്ഥിരപഞ്ച എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് കൃഷ്ണൻ പറയാറുണ്ടല്ലോ. അതായത് ഒരു സിംഗിൾ മൈൻഡിൽ, സിംഗിൾ ഫോക്കസിൽ, ഒറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവന് വിജയിക്കാൻ എളുപ്പമായിരിക്കും. അവന്റെ കൺട്രോൾ ഉള്ളതെല്ലാം അവൻ ചെയ്യണം, ആഴത്തിൽ പഠിക്കണം, എളുപ്പപ്പണി, സ്മാർട്ട് വർക്ക് കൊണ്ട് അത് നമ്മൾ ചെയ്യണം. പക്ഷെ സിംഗിൾ ഫോക്കസ്ഡ് ആയി മുന്നോട്ട് പോകുന്ന ഒരു മനസ്സിന് മുമ്പിൽ എത്ര വലിയ പ്രതിബന്ധങ്ങളും വഴിമാറും. കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? പാണ്ഡവരെക്കാൾ ശക്തരായ സൈന്യമായിരുന്നു കൗരവർക്കുള്ളത്. പക്ഷെ എങ്ങനെയാണ് പാണ്ഡവർ അവരെ തോൽപ്പിച്ചത്? അവരുടെ ഭാഗത്ത് ധർമ്മം ഉണ്ടായിരുന്നു, അവരുടെ ഭാഗത്ത് കൃഷ്ണൻ ഉണ്ടായിരുന്നു. സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡിലാണ് അവർ മുന്നോട്ട് പോയത്. കൃഷ്ണൻ തരുന്ന പാഠം അതാണ്. ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഒരു രാത്രി അത് എൻഡ് ചെയ്യുന്നത് പോലും ഒരു സൂര്യപ്രകാശത്തിന്റെ മനോഹരമായ കാഴ്ചയിലാണ്. നമ്മൾ ഈ മൊമെന്റിൽ ജീവിക്കണം എന്ന് പറയും. ഫ്യൂച്ചറിൽ ജീവിക്കാതെ ഈ മൊമെന്റിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതം ഉണ്ടാകുന്നത്. റിസൾട്ട് ഉണ്ടാവും, ഭാവി പോകുമോ, എല്ലാം കോഞ്ഞാട്ടയാകുമോ എന്നുള്ള ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടുള്ള അനാവശ്യ ടെൻഷനാണ് നിങ്ങളുടെ ഈ പ്രസന്റ് മൊമെന്റിനെ നശിപ്പിക്കുന്നത്. ഈ വീഡിയോ അവസാനത്തിൽ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം അതാണ്. കൃഷ്ണൻ അർജുനൻ അങ്ങനെ വിജയം അങ്ങനെ ഗ്യാരണ്ടി ചെയ്യുന്നതിന് പകരം കൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ശത്രുക്കളെയൊക്കെ ഞാൻ പണ്ടേ തോൽപ്പിച്ചു കഴിഞ്ഞതാണ്, നീ എന്റെ കയ്യിൽ വെറും ഒരു ഉപകരണം മാത്രമാണ്, വെറും ഇൻസ്ട്രുമെന്റ് മാത്രമാണെന്ന് കൃഷ്ണൻ അർജുനോട് പറയുന്നത്. ആ ചിന്തയാണ് അർജുനനെ പവർഫുൾ ആയ ഒരു വാരിയർ ആക്കി മാറ്റുന്നത്. ഒരു അൾട്ടിമേറ്റ് പവറിന്റെ കയ്യിലെ വെറും ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ എന്ന് കരുതി കഴിഞ്ഞാൽ ഈ പറയുന്ന യാത്ര PSC ജേർണി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. അൾട്ടിമേറ്റ് പവർ ആണ് ദൈവം. അപ്പോൾ PSCയിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, മനസ്സാണ് ദൈവം എന്ന് പറയുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. നിങ്ങളുടെ അൾട്ടിമേറ്റ് പവർ, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. അതാണ് തത്വമസി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആ മനസ്സിനെ മുറുകെ പിടിച്ച് ആ ഒറ്റ ലക്ഷ്യം മനസ്സിൽ പേറിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൗലോ ആൽക്കെമിസ്റ്റ് പറഞ്ഞ പോലെ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുക. സോ ഈ ഒരു മെന്റാലിറ്റിയിൽ ഒന്നിനെയും കൂസാതെ പഠിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള ടീംസ് വിൻ എന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.